ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഗൂഗിൾ മൈ ബിസിനസ് എന്നുള്ളത്. ഗൂഗിൾ മൈ ബിസിനസ് സിമ്പിൾ ആയിട്ട് ഇവർ പറയാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിന്റെ കാര്യങ്ങളിൽ പറയാം. അഥവാ ഗൂഗിളിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. അഥവാ അവരുടെ സെർച്ച് ലോക്കൽ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. ആദ്യം കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ ഇങ്ങനെ നല്ല SEO ചെയ്യുന്നവരുടെ കമ്പനികൾ മാത്രം നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. ഇന്നിപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത നാടിലും. അപ്പോൾ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത് അവരിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് ഗൂഗിൾ മാപ്പിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ്. അഥവാ നിങ്ങളുടെ ലൊക്കേഷൻ നിയറസ്റ്റ് ലൊക്കേഷനുകൾ മാപ്പിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. ഇങ്ങനെ ഇപ്പോൾ ട്രാൻസിറ്റ് അക്കാദമി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ട്രാൻസിറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊപ്പൻസ് മാളിലുള്ള ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ജസ്റ്റ് ട്രാൻസിറ്റ് അടിച്ചു കൊടുത്താൽ തന്നെ നമ്മുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് ഗൂഗിൾ മൈ ബിസിനസ്. പിന്നെ കീവേഡ്, അപ്പോൾ നിങ്ങൾ ഈ അടിച്ചു കൊടുക്കുന്ന എന്താണോ അതാണ് കീവേഡ്. ഫോർ എക്സാമ്പിൾ ട്രാസി ഡിജിറ്റൽ അക്കാദമി പട്ടാമ്പി എന്നാണെങ്കിൽ അതാണ് നിങ്ങളുടെ കീവേഡ്. നമ്മുടെ ട്രാസിയുടെ ഈ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി പട്ടാമ്പി എന്നാണെങ്കിൽ, അല്ലെങ്കിൽ പാലക്കാട് ഡിസ്ട്രിക്ട് എന്നാണെങ്കിൽ, അങ്ങനെ എന്താണോ, അല്ലെ ബെസ്റ്റ് അക്കാദമി ഇൻ കേരള എന്നാണെങ്കിൽ അതൊക്കെയാണ് നമ്മുടെ കീവേഡുകൾ വരുന്നത്. നിങ്ങൾ എന്താണോ ഒരു ആവശ്യത്തിന് വേണ്ടി സെർച്ച് ചെയ്യുന്നത് അതാണ് കീവേഡ്. അപ്പോൾ ഈ കീവേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓരോ ഗൂഗിൾ മൈ ബിസിനസ്സിനും. അപ്പോൾ ഈ കീവേഡ് എന്നുള്ളത് ഞാൻ ഡീപ്പായിട്ട് നമ്മൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് പഠിക്കാണ്ട്. ഇത്രയൊക്കെയാണ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബേസിക് കാര്യങ്ങളായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, അതാത് ചാപ്റ്ററുകളിൽ ഡീപ്പായിട്ട് പഠിക്കാം. സോ നിങ്ങൾ ഓരോന്നും നോട്ട് ചെയ്യാം. നിങ്ങളെല്ലാതും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാവാത്ത റിപ്പീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് സിസ്റ്റത്തിൽ കയറിയിട്ട് നിങ്ങൾ ചോദിക്കുക എന്തൊക്കെയാണ് ഇത് മനസ്സിലായില്ല, ഇതിന് ഡീപ്പായിട്ട് ഒരു വേറെ വീഡിയോ തരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.